ഉയർപ്പ്. 6-ാം ഞായർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുത്രന്റെ അധികാരം. വെള്ളമിളകി ആദ്യം കുളത്തിലിറങ്ങുന്ന രോഗി സൗഖ്യം പ്രാപിക്കുമെന്നതിനാൽ ബെത്സൈദ കുളക്കടവിൽ 38 വർഷമായി ആ തളർവാദ രോഗി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ സമയം വരുമ്പോൾ അവനെ സഹായിക്കാൻ ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. എന്നാൽ ആ വഴി ആദ്യമായി കടന്നു പോകുന്ന യേശുവിന് ആ മനുഷ്യന്റെ മേൽ കരുണ തോന്നി. അടുത്തേക്ക് ചെന്നു വിവരങ്ങൾ അന്വേഷിച്ചു. അത് സാബത്ത് നാളായിരുന്നു. എങ്കിലും യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് നടന്നു. സാബത്ത് നാളിൽ നിഷിബ്ധമായ ഒരു കാര്യമായിരുന്നു അത്. ഇത്തരത്തിലുള്ള നിഷിബ്ധ കാര്യങ്ങൾക്ക് പല പ്രാവശ്യമായി യേശു കാരണമാകുന്നതിനാൽ ഫരിസേയർ അവനോട് ദ്വേഷിച്ചു. അതിനുത്തരമായി യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അങ്ങനെ രണ്ടു കുറ്റം അവൻ ഒരുമിച്ച് ചെയ്യുന്നു. സാബത്ത് ലംഘിക്കുന്നു, തന്നെ ദൈവതുല്യനാക്കുന്നു. രണ്ടും വധശിക്ഷയ്ക്ക് അർഹമായ തെറ്റുകളാണ്. അവൻ തുടർന്നു, പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. അത്ര അഭേദ്യമായ ബന്ധമാണ് അവർക്കിടയിലുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർ ഒന്നു തന്നെയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണിത്. എന്നാൽ പരിശുദ്ധ ത്രിത്വം എന്ന സത്യം അതുവരെ ലോകത്തിന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. പിതാവിൽ നിന്നുള്ള എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് തുടർന്നുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. അതിനാൽ ദൈവത്തിനടുത്ത ആദരവ് പുത്രന് നൽകുവാൻ കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെ ഉറവിടം ദൈവമാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഇനി പിതാവല്ല, വിധി മുഴുവൻ പുത്രനാണ് കൈയേൽപ്പിച്ചിരിക്കുന്നത്. ഇത് നിത്യജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥ ജീവൻ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരീരം മരണത്തോടെ ക്ഷയിച്ചു പോകും, എന്നാൽ ആത്മാവ് നിത്യമാണ്. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന വചനം പാലിക്കുമ്പോഴാണ് നിത്യജീവന് നാം അർഹരാകുന്നത്. ദൈവനാമത്തിൽ നന്മ ചെയ്താൽ ജീവന്റെ ഉയർപ്പും, എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ടും തിന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചവർ ശിക്ഷാവിധിയുടെ ഉയർപ്പുമായിരിക്കും നേരിടുക. ഇന്നത്തെ വചനത്തിൽ 2 തരം വിധികളെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. ഒന്നുകിൽ നന്മ ചെയ്തവർക്കുള്ള ജീവന്റെ ഉയർപ്പ്, അല്ലെങ്കിൽ തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷാവിധിയുടെ ഉയർപ്പ്. എന്തു തന്നെയായാലും ഈ ലോക ജീവിതത്തിന് ശേഷം പുനർജീവിതമുണ്ട്. അത് ഈ ലോകത്തിലല്ല. ഒന്നെങ്കിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ, അല്ലെങ്കിൽ സാത്താനോടൊപ്പം നഗരത്തിൽ. എന്നാൽ ഇതിനിടയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും സഭ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗപ്രവേശനം ലഭിച്ചവർക്ക് വേണ്ടി ഇനി ആരും പ്രാർത്ഥിക്കേണ്ടതില്ല. നഗരവിധിക്ക് തള്ളപ്പെട്ടവർക്ക് വേണ്ടിയും തുടർന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. അവസാന വിധിയെക്കുറിച്ചുള്ള ചിന്തകൾ വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 നാം വായിക്കുന്നു. വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും ഞാൻ കണ്ടു. മരിച്ചവരെല്ലാം, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ ആനയിക്കപ്പെട്ടു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തിക്കനുസൃതം വിധിക്കപ്പെട്ടു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ ജീവനുണ്ടാകാൻ പിതാവ് അവന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. എന്നാൽ പിതാവ് അയച്ച പുത്രനെയും അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എത്ര പരിശ്രമിച്ചിട്ടും നമ്മിൽ വസിക്കുന്ന ജഡിക പ്രവണതകളാൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോയവരായ ആത്മാക്കളോട് സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിഫലമാണ് സഭ പഠിപ്പിക്കുന്ന ശുദ്ധീകരണ സ്ഥലം. അവിടെയുള്ള ആത്മാക്കൾക്ക് ഇനി സ്വയം സഹായിക്കാൻ കഴിയില്ലെങ്കിലും ജീവിച്ചവരായ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും താപാനുഷ്ഠാനങ്ങൾ അർപ്പിക്കുവാനും കഴിയും എന്നതാണ് പഴയ നിയമകാലം മുതലെയുള്ള വിശ്വാസം. യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച യോദ്ധാക്കളുടെ പേരിൽ യൂദാസ് പണം പിരിച്ചെടുക്കുകയും പാപപരിഹാർത്ഥം അത് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത് ശ്രേഷ്ഠവും ഉചിതവുമായ ഒരു പ്രവൃത്തി തന്നെയാണ്. എഴുതപ്പെട്ടിരിക്കുന്നു, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനകരമാകുമായിരുന്നു. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കേണ്ടതിന് അവർ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു.
യേശുവിന് നൽകപ്പെട്ട ഈ അധികാരങ്ങൾ അംഗീകരിക്കാത്തവർ യേശുവിനെയല്ല, അവനെ അയച്ച പിതാവിനെയാണ് അംഗീകരിക്കാത്തത്. അവൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നത് യേശു തന്നെ നൽകുന്ന സാക്ഷ്യത്തോടെയാണ് യോഹന്നാൻ 5-ാം അധ്യായം അവസാനിക്കുന്നത്. പ്രവാചകനെന്ന് അവർ അംഗീകരിച്ച സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, സ്വർഗത്തിൽ നിന്നുള്ള ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന സാക്ഷ്യം, വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടവ അവനിൽ പൂർത്തിയാകുന്നതാണ്, മോശയുടെ സാക്ഷ്യം എന്നിവയൊക്കെ അവൻ ദൈവപുത്രനാണെന്നതിനുള്ള സാക്ഷ്യങ്ങളാണ്. യേശു തന്നെ ഏറ്റുപറയുന്നു. യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും എഴുതപ്പെട്ട ഈ വചനങ്ങൾ നാം അടങ്ങുന്ന തലമുറയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട വചനങ്ങളാണ്. ഇവ വിശ്വസിക്കുകയും ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉയർപ്പിന് യോഗ്യരാകുക.